അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ്. അതായത് നമുക്ക് ഒരു സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചേ പറ്റും. നമ്മൾ ഈ വാട സാധനങ്ങളാണ് കാണിച്ചു തരുന്നത്. സർജറി എനിക്കാണ് കേട്ടോ. അപ്പോൾ ഈ വാരം കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എടുക്കേണ്ടതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ഇത് ഇത്തിരി ഓവറാണ്, പക്ഷേ രക്ഷയില്ല. 2-3 ദിവസം എങ്ങനെയെങ്കിലും തള്ളി നീക്കണം. പിന്നെ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നത് ആസ്ത്രി തന്നെ ആയതുകൊണ്ട് അവിടെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, എന്നാലും ഈ വാക്കുള്ള സാധനങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഇത് നല്ലൊരു ബാഗാണ് കേട്ടോ. ഞങ്ങൾ ഈവ ജനിച്ച സമയത്ത് ഈവാക്ക് വേണ്ടി തന്നെയായിട്ട് വാങ്ങിയ ബാഗാണ്. ഈവയുടെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റിയുള്ളൊരു ബാഗ് കേട്ടോ. അത്യാവശ്യം സ്പേസൊക്കെ ഉണ്ട്. കാണുമ്പോൾ കുഞ്ഞി ബാഗാണ്, ഒരുപാട് വലിയ ബാഗൊന്നുമല്ല, കുഞ്ഞ് ബാഗാണ്. അത്യാവശ്യം ഒതുക്കമുള്ള ടൈപ്പ് ബാഗാണ്, നമുക്ക് കൊണ്ടുപോകാനൊക്കെ എളുപ്പമുള്ളൊരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഈ ബാഗാണ് ഇവാക്ക് കൊണ്ടുപോകുന്നത്. ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ലുലു മോളിൽ നിന്ന് എടുത്താൽ കേട്ടോ. മോളിൽ പോയ സമയത്ത് എടുത്ത ഒരു പാൻറ്റും ഒരു ടീഷർട്ടുമാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലേ. നല്ല മെറ്റീരിയലുമാണ്. ബനിയൻ്റെ ആണെങ്കിലും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഫ്രണ്ട് മാത്രമാണ് നമുക്ക് കുറച്ച് ഒരു ലെതർ ടൈപ്പ് കുറച്ച് ഡിസൈൻസ് വന്നിട്ടുണ്ട്. എന്നാലും മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല മെറ്റീരിയലാണ്. അതുപോലെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒന്നാണ് വൈബ്സ്. എപ്പോഴും നമ്മൾ കുട്ടികളുള്ളവരെല്ലാവരും വൈബ്സ് എപ്പോഴും കരുതും. പിന്നെ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് ബിഗിലെ മമ്മി പോക്കോ പാൻസ് വേണമെന്നൊന്നുമില്ല, ഏത് ബ്രാൻഡിൻ്റെ ഉപയോഗിക്കാം. സ്നൈക്കി ഇമ്പോർട്ടൻ്റ് ആണ്. സ്നൈക്കിയിലാണ് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് സ്നൈക്കി എപ്പോഴും കൈ കരുതും കേട്ടോ. എനിക്ക് ചെറിയ ജലദോഷമുണ്ട് കേട്ടോ, അതാണ് സൗണ്ടിനുള്ള വ്യത്യാസമുണ്ട്. പിന്നെ ഞാൻ ഓഡിയോ ചെയ്യുന്നത് വെളുപ്പിനെയാണ് കേട്ടോ, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവാക്ക് വേണ്ടി എടുക്കുന്ന കുറേ ഡ്രസ്സുകൾ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരാഴ്ചത്തെ പ്രൊസീജിയറാണ്. അതുകൊണ്ട് ഒരാഴ്ചത്തേക്കുള്ള കുറേ സാധനങ്ങൾ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ പാൻറ്റുകൾ മാത്രമാണ് കേട്ടോ, ഓരോ സെക്ഷൻ തിരിച്ചാണ് വയ്ക്കുന്നത്. അതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഒരു 6-8 പാൻറ്റ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഫുൾ കൈയിൻ്റെ ഒരു 4 ബനിയനും ഫുൾ കൈ ഇല്ലാത്തതും എടുത്തിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ അവിടെ നല്ല തണുപ്പാണ്, അപ്പോൾ അത് പെട്ടെന്നൊരു ചേഞ്ച് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. പിന്നെ ഇത് വീട്ടിലിടുന്ന ഒരു നൈറ്റ് ഡ്രസ്സാണ്. അത് നമ്മൾ രാത്രി കിടക്കാൻ നേരത്തെ ഇടാനായിട്ട് 2 ജോഡി എടുത്തിട്ട്. ഡ്രസ്സ് തികയില്ല കേട്ടോ, കാരണം എപ്പോഴും ആവശ്യമാണല്ലോ. അതുപോലെ തന്നെ ഒരു 2-3 ടവൽ, ഒന്ന് മൂത്രം ഒഴിക്കുന്നിടത്ത് മൂത്രം കഴുകി കഴിയുമ്പോൾ തുടയ്ക്കാനുള്ള ടവൽ, പിന്നെ 2 അല്ലാത്ത ടവൽ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഇത് കളിപ്പാട്ടമൊന്നും അല്ല കേട്ടോ, ഇത് ടവലാണ്, ബാത്ത് ടവലാണ്. നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടവലാണ്. പക്ഷേ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഈ വാക്ക് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആട്ടോ മെറ്റീരിയൽ. പിന്നെ നമ്മുടെ സോപ്പ്, ഈ വാക്ക് ഈ സ്കിന്നിന് പ്രോബ്ലമൊക്കെ ഉള്ളതുകൊണ്ട് ടെഡി ബാറിൻ്റെ സോപ്പാട്ടോ ഡോക്ടർ സജസ്റ്റ് ചെയ്തേക്കണം. പിന്നെ ബഡ്സ്, പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കാൻഡിഡ് പൗഡർ, പിന്നെ ഡെർമാഡ്യൂവിൻ്റെ ഒരു ലോഷൻ. ഡെർമാഡ്യൂവിൻ്റെ അല്ല, സെക്കാലിയ എന്ന് പറഞ്ഞൊരു ലോഷനാണ് യൂസ് ചെയ്യുന്നത്. അതില്ലാത്ത കാരണം ഇന്നിപ്പോൾ അതെടുത്തു. പിന്നെ ഇത് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ഓർക്കും തന്നെ സ്കൂളിൽ പഠിക്കാൻ പോകുന്നതാണ്. ശരിക്കും സ്കൂളിൽ പഠിക്കാൻ പോകുന്നതല്ല, ഇത് നമ്മൾ വാങ്ങിച്ച ഒരു സ്ലേറ്റാണ്. ഈ സ്ലേറ്റ് ചുമ്മാ ഇന്ന് കളിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ അതെടുത്ത് ഒരൊറ്റ ഏറൊക്കെ എറിയും. പക്ഷേ എന്നാലും കുറച്ച് നേരമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റിയിൽ ഇരിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ കയ്യിലെടുക്കുന്നത് കേട്ടോ. ശരിക്കും അത് ടൂറ് പോകുന്നതല്ല, പക്ഷേ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണം, അല്ലാണ്ട് വേറെ രക്ഷയില്ല. കാരണം ഞാനാണ് സർജറി കഴിഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ ഇവയുടെ കാര്യത്തിൽ കുറച്ചും കൂടി നമ്മൾ കെയർ ആയിരിക്കണം. അതുപോലെ നമുക്ക് ആസ്റ്ററിൽ ഈവ കടന്ന സമയത്ത് കിട്ടിയ ഒരു ബുക്കാണ്, കളർ ബുക്ക്. നല്ല രസമുള്ള കളർ ബുക്കാട്ടോ. പക്ഷേ ഈവ അതിനകത്ത് കുത്തി വരച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഒരു കളർ പെൻസിലും അതും ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ആസ്റ്റർ മെഡിസിറ്റിയിൽ നിന്ന് ഇതേണല്ലോ, അവിടെ കിടന്നപ്പോൾ കൊടുത്ത ഒരു കളർ ബുക്കാണ്. പിന്നെ ഈവയുടെ ബാഗ്, യൂഷ്വലി ഈ ബാഗിൻ്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്, അപ്പോൾ അതിനകത്ത് ഞാൻ ഈ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഒരു ചെരുപ്പാണ്, ഇട്ടുകൊണ്ട് പോകുന്നൊരു ചെരുപ്പുണ്ട്. അത് കൂടാണ്ട് ഒരു ചെരുപ്പ് ഞാൻ എടുത്തു വെച്ചാട്ടോ. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്തെങ്കിലും ചെളി എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട്. ചെളിയൊന്നും ആവുമൊന്നുമില്ല, ഭയങ്കര ക്യൂട്ടാട്ടോ കാണാൻ. ഇത് വീട്ടിൽ ചായപ്പൊടി ഇടുന്ന ഡെപ്പിയാണേ. അപ്പോൾ ഞാനത് എടുത്തിട്ട്, അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ബുഷും ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്ത് വെച്ചു. ഇതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. ഈ ബോട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കാൻ എളുപ്പമാണ്. എല്ലാത്തിനെയും കൂട്ടത്തിലിടുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മിസ്സായി പോകും. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ബോട്ടിലുകൾ, ഈ വീട്ടിലിരിക്കുന്ന ചെറിയ ബോട്ടിലുകളൊക്കെ എടുത്തിട്ടാട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കും.
അപ്പോൾ ഇതാണ് നമ്മുടെ താരം എന്ന് പറയുന്നത്. ഒരു ലിറ്റിൽ മെർമെയ്ഡാണ്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ. വിങ്കിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയതാട്ടോ ഇത്. നല്ല സോഫ്റ്റാണ്. ചുമ്മാ ഇത് കൈ പിടിച്ചോണ്ട് നടന്നോട്ടെ എന്ന് ഓർത്ത് ഞാൻ കയ്യിലെടുത്തു എന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു താരമാണ് കുരങ്ങച്ചൻ. ഈ കുരങ്ങച്ചൻ ശരിക്കും ഒരു ആനയുടെ കൂടെ കിട്ടിയതാണ്. ഞാനത് സെപ്പറേറ്റ് ആക്കി എടുത്തതാണ്. കുഞ്ഞിതാണല്ലോ, അപ്പോൾ കുറച്ചുകൂടി കയ്യിൽ യൂസ് ചെയ്യാൻ പാകത്തിന്. പിന്നെ നമ്മുടെ മെയിൻ താരമുണ്ട്. ആ താരത്തിൻ്റെ പേരാണ് സ്മൂഫ്സ്. പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. അങ്ങനെ എന്തോ ആണ്. നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടുണ്ടോ, കാർട്ടൂൺ ഫിലിമിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബ്രോഡ്വേന്ന് വാങ്ങിയതാട്ടോ. പിന്നെ നമ്മുടെ യൂഷ്വൽ സാധനങ്ങൾ തന്നെ, ടർക്കി എന്തായാലും നമ്മൾ കയ്യിലെടുക്കും. ഇത്രയൊക്കെയാണ് ഇവിടെ ബാഗിൽ വെക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളൂ. കളിപ്പാട്ടങ്ങളുടെ ഒരു കളിയാണ്, വേറെ രക്ഷയില്ല. അതുകൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ അങ്ങനെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ കുറച്ച് സാധനങ്ങൾ വെക്കാനുണ്ട്, അത് വെച്ചിട്ട് ഞാൻ വരാം. ബൈ.